സിനിമ സെറ്റിൽ ഇങ്ങനത്തെ ഉപയോഗിച്ചു വന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. അത് വളരെ വ്യക്തമായി ഉറച്ച നിലപാടിൽ ഞാൻ പറയുന്നു. അവരുടെ പേഴ്സണൽ ലൈഫ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. പക്ഷെ സിനിമ സെറ്റിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇത് ശരിയല്ല. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകയ്ക്കും വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ കുട്ടി ലാസ്റ്റ് ഡേ ഭയങ്കര വിഷമിച്ചിട്ടാണ് പോയത്. ഞാൻ അയാളുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറഞ്ഞിട്ടാണ് അറ്റ്ലീസ്റ്റ് നിന്നിട്ടുള്ളത്. എങ്കിലും ചിലവർക്ക് റിയാക്ട് ചെയ്യാൻ, പുതുമുഖമായി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഇത്രയും ഒരു വലിയൊരു നടന്റെ മുന്നിൽ അല്ലെങ്കിൽ ഇത്രയും ഹോൾഡുള്ള നടന്റെ മുന്നിൽ ഒരു നിങ്ങൾ മോശമാണ് ചെയ്തത് എന്ന് പറയാനുള്ളൊരു വോയിസ് ഉണ്ടാവാനുള്ള ധൈര്യം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്കറിയില്ല, പക്ഷെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കരുത് എന്ന് ഉണ്ട്. ഷൂട്ടിംഗ് പൂർണ്ണമായി അവസാനിക്കുന്ന സമയത്ത് അവസാനിച്ചു. പക്ഷെ ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ജേർണി അവസാനിക്കുന്നത് ആ സിനിമയും കഴിഞ്ഞ് ആ സിനിമ പ്രോപ്പറായിട്ട് ബിസിനസ് നടക്കുമ്പോഴാണല്ലോ. അതുവരെ ആ സിനിമ ഇൻ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതെ, അപ്പൊ എന്റെ സംശയം, ഈ ഉടനീളം ഇത്തരം മോശം അനുഭവങ്ങളിൽ ഈ സെറ്റിൽ ഉണ്ടായിരുന്ന സമയം മുഴുവൻ ഇത്തരം മോശം അനുഭവങ്ങളിലൂടെയാണോ വിൻസി കടന്നുപോയത്? ആ സമയത്ത് ICCയിൽ പരാതിപ്പെടാൻ സാധിച്ചില്ലേ? ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ സെറ്റിൽ ഉണ്ടായിരുന്നവർ അതിനെ പരിഗണിച്ചത്? സംവിധായകൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് എങ്ങനെയായിരുന്നു? ഓക്കെ, ഈ സിനിമ സെറ്റിൽ വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഇയാളൊഴികെ ബാക്കി എല്ലാവരും മാന്യമായ പെരുമാറ്റവും മാന്യമായ ഡീലിംഗും ആയിരുന്നു എന്നുള്ളത് ഞാൻ വ്യക്തമാക്കുകയാണ്. പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആയാലും അത്രയും ഒരു പ്രശ്നം വന്നപ്പോൾ ഡയറക്ടറാണ് മുൻകൈ എടുത്ത് ഇയാൾക്ക് താക്കീത് നൽകിയത്. ഇനി ഇത് ഉപയോഗിക്കരുതെന്നും മാന്യമായി സ്ത്രീകളോട് പെരുമാറണമെന്നും താക്കീത് നൽകിയത്. പിന്നെ അവർക്കും നിസ്സഹായാവസ്ഥയുണ്ട്. ഒരു സിനിമ തുടങ്ങി ഇത്രയും കോടികൾ മുടക്കി ഒരു സിനിമ തുടങ്ങി പകുതിക്ക് വെച്ച് നിർത്തലാക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ IC, നമ്മുടെ സിനിമയ്ക്ക് IC ഉണ്ടായിരുന്നു. ICയിലെ മെമ്പറായിട്ടുള്ള, പേര് ഞാൻ പറയുന്നില്ല, ഒരു മെമ്പർ എന്നോട് വന്ന് സംസാരിക്കുകയും പരാതിയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. ആ സിനിമയുടെ ഭാവി ഒരു യാത്ര പകുതിക്ക് വെച്ച് മുടങ്ങരുതെന്നും ഇദ്ദേഹത്തിന്റെ പേരിലൊരു പരാതി പോയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും കോൺസിക്വൻസസ് എന്നും നല്ല ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ അവരോട് സഹകരിച്ച്, വളരെ ഫ്യൂ ഡേയ്സ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ അത്രയും ദിവസമല്ല ഇനി കഷ്ടപ്പെടണ്ടു എന്ന് വിചാരിച്ച് അവരോട് സഹകരിച്ച് ഞാൻ മുന്നോട്ട് പോയത്. ഇതാണ് പരാതി നൽകാത്തതിന്റെ, ICയിൽ അന്ന് തന്നെ പരാതി നൽകാത്തതിന്റെ കാരണം. അതെ, പക്ഷെ ഇപ്പോൾ ഇതാ നടപടിയിലേക്ക് പോകുന്നു. ഇത് ഏത് തരത്തിലാണ് ഇത്തരക്കാരെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് വിൻസിയുടെ വ്യക്തിപരമായ അഭിപ്രായം? ഇത് വിൻസി തന്നെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുക? നമ്മളൊക്കെ ജോലി ചെയ്യുകയാണ്, നമ്മളുടെ ജോലിയാണ്, തൊഴിലാണിത്. അവിടെയാണ് ചില ആളുകൾ ഇത്തരം പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇതിങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ആളുകൾക്ക് അവസരം തുടർന്ന് കൊടുക്കേണ്ടതുണ്ടോ? ഇവരെ ബാൻ ചെയ്യുകയാണോ വേണ്ടത്? ഒന്നാമത്തത്, എൻ്റെ അഭിപ്രായത്തിൽ നടപടികൾ എടുക്കാൻ പോകുന്നതിൽ എൻ്റെ പരാതിയിലും ഞാൻ പരാമർശിച്ചൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ലഹരി ഉപയോഗവും മോശമായ പെരുമാറ്റമാണ്. ആളുകളോടുള്ള മോശമായ പെരുമാറ്റവും ഒതുക്കമില്ലാത്ത ഒരു അച്ചടക്കമില്ലായ്മയുമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി വന്നാൽ അദ്ദേഹത്തിന് അവസരം നൽകാതിരിക്കുക സംഘടനകളുടെ തീരുമാനമാണ്. പക്ഷെ ആ ഒരു പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗം സിനിമ സെറ്റിൽ ഉണ്ടാവില്ല എന്ന്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷെ സിനിമ സെറ്റിൽ ഉപയോഗിക്കില്ല എന്നും ഇത്തരത്തിലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കില്ല എന്നും അദ്ദേഹം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നോട്ടെ എന്നുള്ളതാണ് എന്റെ തീരുമാനം. പക്ഷേ ഈ സംഘടനകൾ താക്കീത് നൽകുന്നു എന്നൊക്കെ പറയുമ്പോഴും വിൻസി, നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ഈ സംഘടനകളൊക്കെ ഇതിൽ കൃത്യമായി കർക്കശമായൊരു നിലപാടിലേക്ക് പോകുമെന്ന് വിൻസി കരുതുന്നുണ്ട്? നമ്മൾ മുൻപൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ, സമാനമായ അനുഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ, സ്ത്രീകൾ നൽകുന്ന പരാതികൾ പരിശോധിച്ചാൽ അതിലൊക്കെ എങ്ങനെയാണ് ഈ സംഘടനകൾ നിലപാടെടുത്തതെന്ന് വിൻസിക്ക് അറിയാവുന്നതല്ലേ? മൃദുവായി പോയി കഴിഞ്ഞാൽ എന്താണ് ഇതിൽ ഉണ്ടാവുക? ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നേരത്തെ കേസ് വന്നതാണ്, കോടതി കുറ്റവിമുക്തനാക്കി നമുക്കറിയാം. അതിൽ കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു, പോലീസ് അവിടെ വീഴ്ച വരുത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ നാട്ടിൽ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്താണ്, എവിടെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ പരാമർശിച്ച പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആളുടെ പേര് പറയാതെ തന്നെ ഞാൻ പറയാം.
അതെ, അതിലൊരു സംഭവമായി എടുത്തു പറഞ്ഞുകൊണ്ട് വിൻസി അത് പേര് പറയണ്ട. ഇപ്പൊ വിൻസിയുടെ പരാതിയിലുള്ളത് ഈ പേരാണോ അല്ലയോ എന്നുള്ളത് അത് വിൻസി വെളിപ്പെടുത്തണ്ട. പക്ഷേ ഞാനിപ്പോ ഒരാളുടെ പേര് പറയുകയാണ്. ഇതിൽ ഒരു പ്രധാന നടനാണ്. അദ്ദേഹത്തിനെതിരെ ഇതേപോലെ ലഹരി ഉപയോഗത്തിന് എങ്ങനെയാണ് കോടതി കുറ്റമുക്തനാക്കിയത് നമുക്കറിയാം. ഇനി ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു ദൃശ്യം 24 പുറത്തുവിട്ടതാണ്. വിൻസി അത് കണ്ടോ എന്ന് എനിക്കറിയില്ല. അയാൾ ഇറങ്ങി ഓടുകയാണ്. ഡാൻസ് ഓഫ് പരിശോധനയാണ്, ലഹരി പരിശോധന നടത്തുമ്പോൾ. അതെ, അങ്ങനെ ഇറങ്ങി ഓടുന്ന ദൃശ്യം നമ്മൾ അല്പസമയം മുൻപ് പുറത്തുവിട്ടു. ഇത് ഇയാൾ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിൻസി. ഇത് ഒരു ഉദാഹരണം മാത്രമായി എടുത്തുകൊണ്ട് നമ്മൾ ഇതിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇത്തരം ആളുകളൊക്കെ തുടർന്നു പോകും. അവരൊക്കെ പ്രധാന നടന്മാരായും ഒക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുകയും ചെയ്യും. ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ആദ്യം പോലീസ് ചെയ്യേണ്ടത് ആ മദ്യപിച്ച ആളുടെ ബ്ലഡ് ടെസ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ ഒരു പരാതി കിട്ടിയാൽ ഒരു ബ്ലഡ് ടെസ്റ്റിന് ആൾ ചത്തുപോകുന്നില്ല. ജസ്റ്റ് ഒരു സിറിഞ്ച് കുത്തി ബ്ലഡ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചെയ്യുക സിമ്പിളാണ്, ഏറ്റവും വളരെ സിമ്പിളാണ്. പിന്നെ എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോ അല്ലെങ്കിൽ സംഘടനകൾ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് എനിക്ക് സൗണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മാധ്യമങ്ങളോടും വെട്ടിത്തുറന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇയാളെ കരിവാരിത്തേക്ക് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പേജിൽ ഞാൻ അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള നിലപാടുകൾ ഞാൻ വ്യക്തമാക്കിയത്. എൻ്റെ പേജിൽ, എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ. അതിന് ഞാൻ ആരെയും കൂട്ടുപിടിക്കുന്നില്ല, ഒരു നിയമത്തിനെയും കൂട്ടുപിടിക്കുന്നില്ല. ആൻഡ് ഇങ്ങനൊരു വ്യക്തിപരമായ നിലപാടെടുത്തപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ മനസ്സ് കാണിച്ച് കുറേ സംഘടനകൾ വന്നിട്ടുണ്ട്. അവരോട് എനിക്ക് നന്ദി പറയാനേ ഉള്ളൂ. അവരെടുക്കുന്ന നിലപാടുകൾ എന്താണെന്ന് അറിയാൻ ഞാനും കാത്തിരിക്കുകയാണ്. നിലപാടുകൾ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ റിസൾട്ട് ഷുഡ് ബി ഈ സിനിമ സെറ്റിൽ ഇതിന് പാടില്ല എന്നുള്ളതാണ് ഞാൻ വളരെ വ്യക്തമാക്കുന്നത്. ആൻഡ് ഇപ്പം നമ്മളൊരു ജോലി സ്ഥലത്ത് ഒരു സിഗരറ്റ് വലിക്കാനാണെങ്കിൽ പോലും ദർ ഇസ് എ സെപ്പറേറ്റ് സ്പേസ്. പക്ഷെ സിനിമ സെറ്റിൽ ഒരു സ്ട്രെസ് വന്നാൽ അപ്പം തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരും സിഗരറ്റ് വലിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ഭയങ്കര നിയന്ത്രണമായിട്ട് ഒരു എന്താ പറയാ, ഒരു നിങ്ങൾ ബ്രേക്ക് ടൈമിൽ മാറി നിന്ന് നിങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാൻ ഒരു സിഗരറ്റ് വലിക്കുക എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് ഒഴിവാക്കാം ടോട്ടലി. ഒരു മദ്യമാണെങ്കിലും സിഗരറ്റ് ആണെങ്കിലും സിനിമ സെറ്റിൽ പാടില്ല എന്ന് കർശനമായ തീരുമാനം എടുക്കാൻ പറ്റിയാൽ ഗ്രേറ്റ്. അതെ, ഇപ്പോൾ ഈ വിൻസി നൽകിയ പരാതിയിൽ ഒരു 3 അംഗ കമ്മിറ്റിയെ അമ്മ നിയോഗിച്ചിട്ടുണ്ട്. നടനിൽ നിന്ന് വിശദീകരണം തേടാൻ പോകുകയാണ്. എന്താണ് വിൻസി ഇതിൽ പ്രതീക്ഷിക്കുന്നത്? എന്താണ്, ഏത് തരത്തിലേക്ക് ഒരു നടപടി ഉണ്ടാകുമെന്നാണ്? ICയും ഇതിൽ നടപടിയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ നേരത്തെ സജി നന്ദിയായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നുണ്ടായിരുന്നു ഫിലിം ചേംബർ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒക്കെ കർക്കശമായ നടപടിയിലേക്ക് പോകും. എന്ത് നടപടി ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നു, താങ്കൾ പ്രതീക്ഷിക്കുന്നു വിൻസി? ഞാൻ അവരോട് എല്ലാവരോടും സംസാരിച്ചതാണ്. നമുക്ക് കണ്ണടച്ചുകൊണ്ട് ബ്ലൈൻഡായിട്ടൊക്കെ ഇന്ന ആള് ലഹരി ഉപയോഗിക്കുന്ന ഇന്ന ആള് ഇനി സിനിമയിൽ പാടില്ല എന്ന് പറയുന്നതിന് മുന്നേ അദ്ദേഹം കമ്മിറ്റ് ചെയ്തുള്ള സിനിമകൾ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ പ്രൊഡ്യൂസേഴ്സ്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്, ആ സിനിമയിലെ ടെക്നീഷ്യൻസ്, ഇവരുടെ അവസ്ഥ കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കണം ഇവരെല്ലാവരും സ്വീകരിക്കേണ്ടത് എന്ന് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നു. യെസ്, അങ്ങനെ ഒരു തീരുമാനമാവട്ടെ. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ലൈക്ക് ഇയാളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി അങ്ങനെയല്ലല്ലോ. അയാൾ കമ്മിറ്റ് ചെയ്ത കുറച്ച് പടമുണ്ട്, അതിന്റെ ആ പടങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്തണമല്ലോ. അല്ലെങ്കിൽ റിലീസിന് ഒരുങ്ങുന്ന കുറച്ച് പടങ്ങളുണ്ട്, ആ പടത്തിന്റെ തീരുമാനങ്ങൾ കൂടെ വ്യക്തമായി പ്രൊഡ്യൂസർ അസോസിയേഷൻസും അതുപോലെ FFKയും ICയും അമ്മയും എല്ലാം കൂടെ തീരുമാനിച്ചിട്ടാണ് ഒരു നിലപാടിലോട്ട് എത്തേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ തീരുമാനം. അങ്ങനത്തെ നിലപാടെടുക്കട്ടെ സംഘടനകൾ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.